സാർ നമസ്കാരം. നമസ്കാരം. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ ഭരണകാലത്ത് ജനഹിതകരങ്ങളായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സാധിക്കും. ഇത് പറയുന്നത് കിഴക്കമ്പലം പര്യത്തുകാവ് ഉന്നതി എന്ന ദളിത് കോളനിയിലുണ്ടായ ചില സംഭവവികാസങ്ങൾക്ക് ഒരു ശുഭപര്യവസായ അന്ത്യം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു വി.ഡി. സതീശൻ സർക്കാർ. കഴിഞ്ഞ 60 വർഷക്കാലമായി അവിടെ ഒരു കുടിയേറ്റ വിഷയം ഉണ്ടായിരുന്നു. ഇത് 14 തവണയായി, അതായത് സുപ്രീം കോടതിയുടെ, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ 14 തവണയാണ് ഇവരെ കുടിയിറക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അവസാനത്തെ കുടിയിറക്കലായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പിൻബലത്തിൽ അഭിഭാഷക കമ്മീഷൻ എത്തിയത്. 14 തവണയും അവരവിടെ നിന്ന് കുടിയിറങ്ങാതെ മറ്റ് ചില പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടെ കുടിയിറക്കൽ മാറ്റിവെക്കപ്പെടുകയായിരുന്നു. നിയമപരമായി ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ വസ്തു, നിയമപരമായി അതിൻ്റെ ഉടമ ശങ്കരനാരായണനാണ്. എന്നാൽ 10-60 വർഷക്കാലമായി ഉന്നതിയിലെ ഈ 7 ദളിത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. അവരെ വഴിയാധാരമാക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇവിടം വിട്ടു പോകാൻ പറ്റില്ല, ഞങ്ങൾ അപ്പനപ്പന്മാരുടെ കാലം മുതൽ ഇവിടെ താമസിക്കുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മണ്ണില്ല, വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഈ വിഷയത്തിൽ 60 വർഷക്കാലമായി കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് എന്തുകൊണ്ടോ എന്നറിയില്ല, നിയമപരമായോ അല്ലെങ്കിൽ കോടതിക്ക് പുറത്തോ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി ഈ കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ, അല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം ഒഴിവാക്കി അവർക്ക് വാസയോഗ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ മാറി മാറി വന്ന ഒരു സർക്കാരുകൾക്കും സാധിച്ചില്ല. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് പര്യത്തുകാവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവോടുകൂടി കുടിയിറക്കാൻ വന്ന അഭിഭാഷക കമ്മീഷൻ കുടിയിറക്കാൻ വന്ന ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ സർക്കാർ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോൾ അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്കും ഈ ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയുടെ തൊട്ടടുത്ത് 5 സെൻറ്റ് സ്ഥലം വീതം 7 കുടുംബങ്ങൾക്കും നൽകും. കൂടാതെ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളും ഓരോരുത്തർക്കും നിർമ്മിച്ച് നൽകും. ഓരോരോ സന്നദ്ധ സംഘടനകളുടെ സ്പോൺസർഷിപ്പോട് കൂടി ഇവരുടെ ഭൂമിയിലേക്കും വീട്ടിലേക്കും വരാനുള്ള കൃത്യമായ ലോറി വരത്തക്ക രീതിയിലുള്ള ഒരു റോഡ് കൂടി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇവർക്ക് ഒരു പാർപ്പിട സമുച്ചയം ഒരുങ്ങുന്നത്. അതുവരെ ഇവർക്ക് പര്യത്തുകാവ് ഉന്നതിയിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നൊരു കരാറാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ കളക്ടറുടെയും ബഹുമാന്യായ RDOയുടെയും എല്ലാം നേതൃത്വത്തിൽ വി.ഡി. സതീശൻ ചുമതലപ്പെടുത്തിയ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണാണ് മുൻകൈയെടുത്ത് ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയത്. ഈ 7 കുടുംബങ്ങളുടെ, ദളിത് കുടുംബങ്ങളുടെ പ്രതിനിധികളും അതുപോലെ തന്നെ ഭൂ ഉടമകളുടെ പ്രതിനിധികളും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഭംഗിയായി പരിഹരിക്കാൻ പറ്റും, രമ്യമായി പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ പ്രതിഷേധവുമായി 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന CPMൻ്റെ പ്രതിനിധികൾ, നിയമമന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുടുംബങ്ങളെ വഴിയാധാരാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എന്താണ് സാർ ഈ വിഷയത്തിൽ പറയാനുള്ളത്? മഹാഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഉപദേശമുണ്ട്, അതിലൊരു വസ്തുത പറയുകയാണ്. ധർമ്മപുത്രരോട് പറയുന്നത്, മനുഷ്യ ദുരന്തങ്ങളെ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, മനുഷ്യ ദുരന്തങ്ങളെ നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചൂഷണം ചെയ്യാം. ഇപ്പം നമ്മൾ കൈപോയ ഒരാളെ കൊണ്ട് ഭിക്ഷക്കാരനായിട്ട് വഴിയിലിരുത്തിയിട്ട് തരണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാം. ആ കൈ ഇല്ലായ്മയുടെ എല്ലാ ആർട്ടിഫിഷ്യൽ കൈ വെച്ച് കൊടുത്ത് പരിഹരിക്കാൻ നോക്കാം, അങ്ങനെ നോക്കാം. നമ്മുടെ പൊതുവെ കേരളത്തിലല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ, സമുദായ നേതാക്കൾ കാണുന്നത് ഒരു ദുരന്തം ഉണ്ടായി കിട്ടിയാൽ അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഒരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രളയ ദുരിതാശ്വാസ നിധി കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പല സംഘടനകളും ഭരണാധികാരികളും. ഇവിടെ ഈ ആലുവയിൽ വർഷങ്ങളായി, അല്ല തലമുറകളായി തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, സാർ 60 വർഷമായി 6 ദശാബ്ദമായി കൈകാര്യം ചെയ്തിരുന്ന, അല്ലെ ഒരു കുടുംബത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന
100 വർഷമുണ്ടെന്ന് അവർ പറയുന്നു. 60 വർഷമായിട്ട് ഇവർ താമസിക്കുന്നവരാണ്. വസ്തുവിലാണ് ഇപ്പോൾ അവകാശ തർക്കത്തിൽ സുപ്രീം കോടതി സ്ഥലമുടമയ്ക്ക് അനുകൂലമായി വിധിക്കുകയും അവിടെ താമസിക്കുന്നവരെ കുടിയേറ്റക്കാർ എന്ന് പറയാൻ, കയ്യേറ്റക്കാരനെ പല വാചകങ്ങൾ ഉപയോഗിക്കും. അത് രാഷ്ട്രീയക്കാർ സൗകര്യമനുസരിച്ച് പറയും. അവരെ കർശനമായി ഒഴിഞ്ഞു പോകണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് വരികയും അത് നടപ്പാക്കാൻ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതി തയ്യാറാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നം വീണ്ടും ഉണ്ടായത്. അപ്പോൾ കോടതി വിധി വന്നിട്ടും വേറൊരു മാറ്റം ഇന്ത്യയിൽ മഹാരാജ്യത്തുണ്ടാകുന്നുണ്ട്. കോടതി വിധി വന്നിട്ടും ആ 60 പേര് തങ്ങൾ ഇത്ര വർഷമായിട്ട് ഇവിടെ താമസിച്ചിരുന്നവരാണ് എന്ന കുടുംബക്കാർ വീട് ഒഴിയാൻ മടി കാണിച്ച് വിസമ്മതം കാണിക്കുകയും അതിനെതിരായി സമരരംഗത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കോടതി വിധി വന്ന ഉടനെ ഇവരെല്ലാം പ്രതീക്ഷിച്ച ലാവലിംഗ് കേസ് പോലെ ഇങ്ങനെ വേണം എത്ര വേണം കോടതിക്ക് നീട്ടിക്കൊടുക്കണം. സുപ്രീം കോടതി ഒരു കർശന ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ലാവലിംഗ് കേസ് കൊടുക്കാത്ത ആനുകൂല്യം ഇവിടെ കൊടുത്തില്ല. വേണമെങ്കിൽ ഇവരുടെ ഇത്ര മണിക്കൂർ മുമ്പ് വിടണം അല്ലെ കുടിയൊഴിപ്പിക്കണം എന്നുള്ള കർശനമായ ഉത്തരവ് വന്ന് സാവകാശമൊന്നും കൊടുത്താലും അത്രയും 48 പ്രാവശ്യം ഒന്ന് മാറ്റിവെക്കുന്ന സാവകാശം ഈ കേസിന് കിട്ടിയിട്ടില്ല. പക്ഷേ അത് സാർ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ഡയറക്റ്റ് ചെയ്തു. അഭിഭാഷക കമ്മീഷൻ വന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ടായി. അപ്പോഴേക്കും സർക്കാർ മാറിയിട്ടുണ്ടായിരുന്നു. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ സർക്കാർ ആഭ്യന്തര വകുപ്പും എല്ലാം ഇടപെട്ടിട്ട് കോടതിയോട് തന്നെ ഒരു സമയം നീട്ടിച്ചോദിച്ചു. അല്പം കൂടി സമയം സാവകാശം തന്നെ അതിനുള്ളിൽ ഈ കോടതി ഉത്തരവ് പാലിക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. കോടതിയുടെ ഉത്തരവ് ധിക്കരിക്കാൻ സർക്കാരിന് പറ്റില്ലല്ലോ. അങ്ങനെ വീണ്ടും കോടതി ഒരു അവധി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അവധി കൊടുക്കുന്നതിൻ്റെ ആ അവധി കൊടുത്തതിന് ഉള്ളിൽ തന്നെയാണ് വീണ്ടും കോടതി ലംഘിക്കാതെ തന്നെ ഇങ്ങനെയൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്കുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ യുദ്ധം ഉണ്ടായിരിക്കുന്ന യുദ്ധം ഏതാണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു, അവിടെ അനുരഞ്ജനം തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും അനുരഞ്ജനമുണ്ട്, എല്ലാത്തിനും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വഴികളുണ്ടാവും. അവിടെ നമുക്ക് പരസ്പരം യോജിച്ചു പോകാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണ ഇതായിരിക്കണമല്ലോ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയും ലക്ഷ്യം. ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കഴിഞ്ഞ 60 വർഷക്കാലം കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു നേട്ടവും ഒരു ശാശ്വതമായ പരിഹാരവുമാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയല്ലേ. ആ നേട്ടം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, ഒന്ന്, വി ഡി സതീശൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾ തൽക്കാലം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണം നീട്ടിക്കൊണ്ടുപോയി എന്ത് പ്രശ്നങ്ങളുണ്ടാക്കും. CPM വിചാരിച്ചിരുന്ന അവിടെ ഒരു വലിയ സമരം ഉണ്ടായി, വെടിവെപ്പുണ്ടായി, ലാത്തിച്ചാർജ് ഉണ്ടായി, 1-2 രക്തസാക്ഷികളെ കിട്ടി. ആ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിവും നടത്താം, സമരവും നടത്താം, രണ്ടും നടത്താമെന്നുള്ള ധാരണയിൽ CPM അതിനെ കൈകാര്യം ചെയ്തു. പി രാജീവിൻ്റെ ഒക്കെ പ്രസ്താവന രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട അല്ല. ഞങ്ങളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം പി രാജീവ് പറയുകയാണ്, ഇത്ര നാളും മന്ത്രി കസേര അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതിരുന്ന പി രാജീവാണ് പറയുന്നത്. സാർ, അദ്ദേഹം നിയമമന്ത്രി കൂടിയായിരുന്നു. നിയമമന്ത്രി. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുമ്പോൾ പി രാജീവിൻ്റെ പ്രസ്താവന, ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം ഇവരെ കുടിയൊഴിപ്പിക്കാൻ സമ്മതിക്കില്ല. ആ കുടിയൊഴിപ്പിക്കാത്ത അല്ലെ കുടിയെടപ്പായിട്ട് അവർ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇവരല്ലായിരുന്നോ? എത്രയോ മുമ്പ് വേണം പട്ടയം കൊടുക്കായിരുന്നു, അല്ലെ അക്വയർ ചെയ്യായിരുന്നു. പല മാർഗങ്ങളുണ്ട്. 77 ജനതാ ഗവൺമെൻറ് തന്നെ സ്വകാര്യ സ്വത്തവകാശത്തിൻ്റെ മൗലികാവകാശത്തിൻ്റെ സാധ്യത ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ വകുപ്പ് വെച്ച് വേണമെങ്കിൽ പൊതു ആവശ്യത്തിന് വേണം ഏറ്റെടുക്കാം. ഇതൊരു പൊതു ആവശ്യം കൂടിയാണ്. ഇത്രയും പേരെ പെരുവഴിയിലേക്ക് വിടാൻ ഒരു ഗവൺമെൻറ്റിനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇവരിനി പരിഹരിക്കാത്ത കുറേയുണ്ട്. മൂലമ്പള്ളിയുണ്ട്, വളപ്പിൽശാലയുണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആറാളം കൃഷിഫാമിലെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന്, ഇവരെ സഹായിക്കാനുള്ള ഫണ്ട് പിരിവ് ഒരു പ്രധാന സ്രോതസ്സാണ് എല്ലാ വർഷവും എന്തെങ്കിലും കാര്യം പറഞ്ഞ്. പിന്നെ രണ്ടാമത്, ഇവരെ കാണിച്ചുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ സജീവമായി നിർത്തിക്കൊണ്ട് തന്നെ ഇലക്ഷനെ നേരിടാൻ എളുപ്പമാണ്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ, ഭരിക്കുന്ന കക്ഷിയുടെ പരാജയമാണ് എന്ന് ചിത്രീകരിക്കാൻ പറ്റും. ഇവിടെ പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും വി ഡി സതീശൻ്റെ രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ്സ്മാനെ, ഭരണാധികാരിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നാണ് അദ്ദേഹം മുന്നോട്ട് കൊടുത്തത്. അവിടെ നാളെ കോൺഗ്രസ്സുകാരെ ഒന്ന് വീട് കെട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇയാളെ അവിടുന്ന് ബലമായിട്ട് അവരെ അവിടെ താമസിപ്പിക്കാനോ മാർക്സിസ്റ്റ് പാർട്ടി CPMൻ്റെ സമീപനമല്ല കോൺഗ്രസ് സ്വീകരിച്ച ബലപ്രയോഗത്തിൻ്റെ സമീപനമല്ല. മറിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചർച്ചകളിൽ കൂടെ. അപ്പോൾ
ഇവരുടെ പോസിറ്റീവ് സ്റ്റാൻഡ്, അതായത് ഗവൺമെൻറ് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്തപ്പോൾ, ഈ പാവം പിടിച്ചവരെ സഹായിക്കാനുള്ള സ്റ്റാൻഡ് എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് മറ്റവർക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. അതെ സാർ, അതാണ് ഇതിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചത. അതിൽ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. കാരണം നിയമപരമായി ഈ ഭൂമിയുടെ ഉടമകൾ, ആ ഭൂമിയുടെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അവർ തന്നെയാണ്. അപ്പോൾ അവർ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവർ കുടിയേറ്റക്കാരാണ്. അപ്പോൾ പക്ഷേ മാനുഷികമായി അവർ നീതി അർഹിക്കുന്ന ആളുകളാണ്. അവർക്ക് അവിടെ വേറെ ഭൂമിയില്ല, അവർക്ക് താമസിക്കാൻ സ്വന്തമായി മറ്റു ഒരു ഇടമില്ല. അപ്പോൾ അവർ ഒരു കാരണവശാലും ഈ 7 കുടുംബങ്ങളെ കുടിയിറക്കാൻ പാടില്ല എന്നുള്ളത് മാനുഷികമായ ധാർമ്മികമായ പരിഗണന കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിയമപരമായ പരിരക്ഷ അവർക്ക് ഭൂമി ഉടമകൾക്ക് കൊടുത്തേ സാധിക്കൂ. ഇവിടെയാണ് അവർ കീറാമുട്ടിയാകാവുന്നൊരു പ്രശ്നം. 2 കൂട്ടർക്കും യാതൊരു തരത്തിലും അസ്വാരസ്യങ്ങളില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റി എന്ന് പറയുന്നിടത്താണ് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ മികവും കാണാൻ കഴിയുക. അല്ല, സർക്കാരിൻ്റെ പക്ഷം പിടിക്കാൻ പോയിട്ടില്ല. കാരണം ശരി എവിടെ തെറ്റെവിടെ നിശ്ചയിക്കേണ്ടത് കോടതി പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എതിരായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ധാർമ്മികമായ ശരി ഇവരിവിടെ താമസിച്ചിരുന്നുള്ള സത്യമാണ്. ആ സത്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ പിടിവാശി ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു പോയിന്റ് ഉണ്ട് അവിടെ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെ വേണം. അതായത് മറ്റുള്ളവർക്ക് അസൗകര്യമായ സ്ഥലത്തായിരിക്കും, നമുക്കറിയത്തില്ല, സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വേണമെന്നുള്ള മറ്റു മുതലാളിമാരെ അല്ലെങ്കിൽ ഭൂ ഉടമകളെ സമ്മതിക്കാത്തൊരവസ്ഥ. അല്ല സാറേ, അവിടെ മറ്റൊന്നും സർക്കാർ ഇടപെട്ട് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. സുപ്രീം കോടതിയുടെ, അതായത് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഉൾപ്പെടെ ഇന്ത്യയുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി വരെ ഈ വിഷയം പഠിച്ച് അവർ കൃത്യമായ കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഉത്തരവുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ ഉത്തരവിന് ലംഘിക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാവും, കണ്ടന്റ് ഓഫ് കോർട്ടാവും. അതുകൊണ്ട് തീർച്ചയായും അവിടെ നടപടിയില്ല. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഈ സ്ഥല ഉടമകളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, സ്ഥല ഉടമകളുടെ അനുമതിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വഴി വീട്ടിലേക്കുള്ള റോഡെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സംഘടനകളെയും സന്നദ്ധ സേവാ സംഘടനകളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർക്ക് 7 കുടുംബങ്ങൾക്ക് 7 വീട് വെച്ച് കൊടുക്കാൻ, അതും വാസയോഗ്യമായ നല്ല വീട്, മെഷർമെന്റ് ഉൾപ്പെടെ പറഞ്ഞു. അതെ, 5 സെന്റ് സ്ഥലം ഉൾപ്പെടെ അത് വാസയോഗ്യമായ നല്ല അത്യാവശ്യ സൗകര്യമുള്ള വീട്, അത് അവരുടെ ആ വീട് പണി കഴിയുന്നിടം വരെ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഇവർക്ക് താമസിക്കാം. മാത്രമല്ല ആ താമസിക്കുന്ന ഇടങ്ങളിൽ ഇവർക്ക് വീട് പണിക്ക് ആവശ്യമായ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ വെട്ടിയെടുക്കുന്നതിനുള്ള ആ ഒരു അനുമതിയോട് കൂടിയാണ് കരാറ് തയ്യാറാക്കിയിരിക്കുന്നത്. പറയുമ്പോൾ ഇത്രയും സുതാര്യമായി 2 കൂട്ടർക്കും സമരസപ്പെട്ടു പോകാവുന്ന ഒരു കരാറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി അത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും നല്ല നേട്ടം തന്നെയാണ്. അത് എടുത്തു പറയണം. ഇവിടെ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പക്ഷത്ത് പിടിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. പിണറായി വിജയന് ചെയ്യാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ നമ്മൾ ശ്ലാഘിക്കുമായിരുന്നു. ആര് നല്ല കാര്യം ചെയ്താലും പൊതുജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജനോപകാരപ്രദമല്ലാത്ത രീതിയിൽ എന്ത് പദ്ധതികൾ ആവിഷ്കരിച്ചാലും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ വികസനം വരണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും തടയാനും നമുക്ക് സാധിക്കില്ല. പക്ഷേ എല്ലാ വികസനങ്ങളും എല്ലാ പദ്ധതികളും മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും അവൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും ചേർന്നതായിരിക്കണം. അല്ലാതെ അവൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പാരിസ്ഥിതികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ 7 കുടുംബങ്ങൾക്ക് മറ്റിടമില്ല. അവർക്ക് സ്വന്തമായി മറ്റ് നാഴിമണ്ണ എവിടെയില്ല. അവർക്ക് താമസിച്ചേ പറ്റൂ. ഭൂമിയുടെ നിയമപരമായ അവകാശം ഈ ഭൂമുടമയ്ക്കാണ്. അത് യാതൊരു തർക്കമില്ല. അവർക്ക് അത് അവരുടെ ഭൂമി തിരിച്ചു കിട്ടണം. പകരം ഇവർക്കും എവിടെയെങ്കിലും ജീവിക്കണം. എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. മനുഷ്യർ ജീവിക്കുന്ന പോലെ ഒരു നിലവാരത്തോടു കൂടി അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇവിടെയാണ് സർക്കാരിൻ്റെ ഒരു വിജയം. നമ്മൾ നേരത്തെ സാറ് ചൂണ്ടിക്കാണിച്ച പോലെ മുൻ നിയമമന്ത്രിയായ പി രാജീവ് അവിടെ എത്തി ഉന്നതിയിൽ അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ ഇവർ കുടിയിറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഭൂമി അളക്കണം, ഭൂമി അളന്നിട്ട് പുറമ്പോക്കാണെന്നില്ല അവർക്ക് പതിച്ചു കൊടുക്കണം, അത് റീസർവേ നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ 10 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ 5 വർഷക്കാലം ഈ രാജീവ് തന്നെയായിരുന്നു, പി രാജീവായിരുന്നു നിയമമന്ത്രി. ഇത് 30 ദിവസം ആയുസ് 30 ദിവസം വയസ്സായ അല്ലെങ്കിൽ പ്രായമുള്ള ഒരു സർക്കാരിന് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് രാജീവ് നിയമമന്ത്രിയായിരുന്നു? മാറേണ്ടി വന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട നേതാവാണ്. അതെ, എങ്കിലും ഈ എന്താണ് ഒരു നിയമമന്ത്രി എന്ന് പറയുമ്പോൾ ഈ പര്യത്തുകാവിലെ ഉന്നതിയിലെ പ്രശ്നം ഇവർ ഇപ്പോഴല്ല അറിഞ്ഞിരിക്കുന്നത്. 19 പ്രാവശ്യമാണ് ഇവരെ കുടിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. 14 പ്രാവശ്യം അഭിഭാഷക കമ്മീഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിയമമന്ത്രിയായ പി രാജീവ് അറിയാതെ പോകും. ഒരു തവണയെങ്കിലും ഈ റീസർവേ നടത്തണമെന്ന് പറഞ്ഞ് രാജീവിന് അവിടെ എത്തി റീസർവേ നടത്താമായിരുന്നില്ലേ? ഇവർ പുറമ്പോക്കിലാണ് താമസിച്ചെങ്കിൽ പുറമ്പോക്കർക്ക് പതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? ഇല്ല. ഇന്നിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിൽ ഭൂ
ഉടമകളുമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതൊന്നും ചെയ്യാതെ സ്ഥലം മുൻ MLA ആയിരുന്ന ശ്രീനിധൻ ഉൾപ്പെടെ വന്നിട്ട് ഞങ്ങൾ പര്യത്തുകാവിലെ ഉന്നതിയിലെ സംരക്ഷകരാണ്, പര്യത്തുകാവ് ഉന്നതി സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഫ്ലക്സൊക്കെ വെച്ചു. അവസാനം ഈ ഉന്നതിയിലെ ദളിത് കുടുംബങ്ങൾ തന്നെ ഒരു അട്ടിപ്പായച്ചു. ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളതാണ് അവർ ചോദിച്ചത്. അതിൽ ഈ പി രാജീവിൻ്റെയും ശ്രീനിധിൻ്റെയും എല്ലാം മുഖമടച്ച് കിട്ടുന്ന അടി പോലെ തന്നെയായിരുന്നു ഈ പര്യത്തുകാവിലെ ഉന്നതിയിലെ ദളിത് വിഭാഗത്തിൻ്റെ അവരുടെ ഒരു പ്രതികരണം. അവർ അത്രത്തോളം ഹതാശരായിരുന്നു. എന്ത് ചെയ്യും, ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് സുപ്രീം കോടതിയിൽ ഉത്തരവ് വന്നപ്പോഴാണ് ഇവർ ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു വന്നത്. 10 വർഷക്കാലം ഭരണത്തിലിരുന്ന ഒരു സർക്കാരിന് ഇതിന് രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ പുതിയൊരു സർക്കാർ വന്നപ്പോൾ ആ സർക്കാരിനെതിരെ രാഷ്ട്രീയമായി പ്രതികരിക്കാൻ പ്രതിയോഗിക്കാൻ കിട്ടിയ ഒരു ആയുധം എന്ന രീതിയിലാണ് ഇതിനെ വച്ച് വിലവേശാൻ നോക്കിയപ്പോൾ പര്യത്തുകാവിൽ ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവയാകാണ്, ഞങ്ങൾ ഇത് നിൽക്കില്ല. അവർ രാജീവിനെയും ശ്രീനിധിനെയൊക്കെ ആട്ടിയകറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമുക്ക് വി ഡി സതീശൻ്റെ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു താല്പര്യമില്ല, ഞാൻ ആ രാഷ്ട്രീയത്തിൻ്റെ വക്താവുമല്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ, സാറ് പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റിൻ്റെ അധിപൻ എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ എങ്ങനെയാണ് ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റുക, ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുക? സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളപ്പോൾ ആ ഉത്തരവിനെ ലംഘിക്കാതെ, കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കാതെ തന്നെ എങ്ങനെയാണ് ഒരു പരിഹാരം ഒരു വിഷയത്തിൽ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശൻ്റെ ഭരണമികവിൻ്റെ നേട്ടം തന്നെയാണ്. റോജി എം ജോൺ എന്ന് പറഞ്ഞ മന്ത്രി അതിന് ചുമതലപ്പെടുത്തി. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചു. അവരും കൃത്യമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് പര്യത്തുകാവിലെ ഉന്നതിയിലുള്ള 7 ദളിത് കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഒരു പുനരധിവാസം എന്ന രീതിയിൽ 5 സെൻറ്റ് ഭൂമിയും ഒരു വീടും എന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ മാറി. ഭൂവുടമകൾക്ക് അവരുടെ ഭൂമിയും തിരിച്ചു കിട്ടി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയം പരിഹരിക്കപ്പെടുക? ഇതിനകത്ത് ഏറ്റവും തിളക്കമുള്ള വസ്തുത, ഈ വിഷയത്തിൽ ഭരണപക്ഷത്തിന് ഇടപെട്ട മുഖ്യമന്ത്രിയും റോജി എം ജോൺ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി, അദ്ദേഹം അങ്കമാലിക്കാരനാണ്, എറണാകുളം ജില്ലക്കാരനാണ്, ആലുവയുടെ സമീപത്തുള്ള ആളാണ്. ഇവർ രണ്ടുപേരും മന്ത്രിസ്ഥാനത്തേക്ക് നവാഗതരാണ്. എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും, പഠിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടി. ഭരണപരിചയമില്ലാത്ത ആളുകൾ എന്താ അവിടെ ആലുവയിലെ ഉന്നതിയിലെ സംഭവം എന്താണെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ പോലുള്ള സമയം കിട്ടുന്നതിന് മുമ്പാണ് ഇടുത്തി പോലെ മുനിസിപ്പൽ കോടതിയുടെ വിധി വരുന്നത്. ഈ സുപ്രീം കോടതിയുടെ വിധി വന്നു, അതിക്കഴിഞ്ഞ് ഇവരുടെ വിധി വന്നു. അപ്പോൾ ഇവർക്ക് ഒരു ബാർഗൈനിങ് പവറോ ഒരു നെഗോഷിയേഷൻ ടൈമോ പീരീഡോ സ്പേസോ കിട്ടാതെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തെ സമർത്ഥമായി മറികടക്കാനും അത് സാധിച്ചതിൻ്റെ ഏറ്റവും നല്ല കാരണം ഞാൻ കണക്ക് കൂട്ടുന്നത്, തുറന്ന മനസ്സോടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ഇവരെ സമീപിച്ചു. 2 കക്ഷികളെയും, പരസ്പരം പോരടിക്കുന്ന 2 കക്ഷികളെയും സമീപിച്ച് ഇവരുടെ മനസ്സ് തുറന്നു കാണിച്ചു ഇത് പരിഹരിക്കാനുള്ള മാർഗം അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചായിട്ടാണ് ഞാൻ അറിയുന്നത്. ഈ ഭൂവുടമസ്ഥൻ തന്നെ അവസാനം സമ്മതിച്ചു. ഇവരുടെ ഉദ്ദേശശുദ്ധിയെ യാതൊരു സംശയവും കൂടാതെ ഇവർ 2 പേരും, കുഴിയടപ്പുകാരും ഭൂവുടമസ്ഥനും സ്വീകരിച്ചതുകൊണ്ടുകൂടിയാണ് ഇത്ര വളരെ പെട്ടെന്ന് ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ തിളക്കമുള്ള ഒരു ഒത്തുതീർപ്പ് അവിടെ സാധ്യമായത്. ആ രീതിയിലാണ് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് മാത്രം പറയാം.